പറവൂര് പച്ചക്കറി കടയിൽ മോഷണം നടത്തുന്ന ഒരു ചേച്ചിയാണ് കേട്ടോ. ചേച്ചി അവിടെ വന്ന് നിന്നിട്ട് നൈസായിട്ട് പച്ചക്കറി അടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി നോക്കിയാണ് കേട്ടോ. ഏതോ ഒരു പാവപ്പെട്ട വീട്ടമ്മയാണേ. എന്നാൽ പച്ചക്കറി കടക്കാരനോട് ഇച്ചിരി പച്ചക്കറി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ കൊടുക്കുവേ. പക്ഷെ അത് നമ്മൾ അടിച്ചുകൊണ്ട് പോകണമെന്നും പറഞ്ഞ് ഇങ്ങനെ മനസ്സിൽ കരുതിയിരിക്കുന്നവർ അടിച്ചുകൊണ്ട് തന്നെ പോകുള്ളൂ കേട്ടോ. അതങ്ങനെയാണ്. വേറെ ഒരു കാണിച്ച മണ്ടത്തരാണ്. വീട്ടിലേക്ക് കുറച്ച് പച്ചക്കറി വേണം, പാവപ്പെട്ട ഒരാളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ കൊടുത്തേനെ കേട്ടോ. അയാൾ പറയാനുണ്ട്. അപ്പോൾ അവർ ഈ പച്ചക്കറി ചെറിയൊരു പച്ചക്കറി കട കേട്ടോ. വല്ല കാശുള്ള വലിയ കടയിലൊക്കെയാണ് വല്ല അരിയൊക്കെ വല്ല എന്താ പരിപ്പ എന്നൊക്കെ എടുത്തുകൊണ്ട് വലിയ നമ്മുടെ ഫ്രീ മാർക്കറ്റിൽ കയറി അങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ മറ്റേ സ്റ്റിക്കറൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഇതാകും. എന്നാലും ഒരു ചെറിയൊരു പച്ചക്കറി കടയിൽ കയറിയിട്ട് ഈ പരിപാടി കാണിച്ചത് ഇങ്ങനെയൊക്കെ ചെയ്യാവാ. അല്ലാതെ അവർ മോഷണ ശ്രമം നടന്നില്ല കേട്ടോ. അല്ല, അവരൊരു കിറ്റ് അടിച്ച് മാറ്റിയെന്നാണ് ഇവർ പറയുന്നത്. ഒരു പച്ചക്കറി കിറ്റ്. ഇങ്ങനെ ജീവിച്ചിട്ട് എന്ത് കാര്യം? അത് ഈ പ്രായത്തിൽ 60 വയസ്സുണ്ട്. വീട്ടിൽ ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കാത്തത് കൊണ്ടൊക്കെ ആയിരിക്കും വീട്ടുകാർ ഭക്ഷണ സാധനങ്ങൾ അല്ലെങ്കിൽ അവിടെ മേടിക്കാൻ രക്ഷയില്ലാത്തത് കൊണ്ട് വല്ലതായിരിക്കും. ഇതിലെന്തായാലും നമ്മൾ ആരുടെ സാധനങ്ങൾ അടിച്ചുകൊണ്ട് പോരുത് കേട്ടോ. അവരോട് നമ്മൾ മനസ്സ് തുറന്ന് പറഞ്ഞത് ഇച്ചിരി പച്ചക്കറി തരണ്ടേ, കാശില്ലെന്ന് പറഞ്ഞാൽ അത് മാന്യത. അപ്പോൾ അവർ തരും കേട്ടോ. അടിച്ചുകൊണ്ട് പോയി കള്ളിയായില്ലേ ഇപ്പം. ഇനിയിപ്പോൾ ഇവർ ഏതെങ്കിലും ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ അത് നോട്ട് ചെയ്യും. ഞാൻ പറവൂരാണ്, എറണാകുളം പറവൂർ. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ഇത്ര നാൾ ജീവിച്ച ഒരു നല്ല പേര് കൂടി പോകും കേട്ടോ. അത് കാശ് പോലും ഇല്ല, ഇച്ചിരി പച്ചക്കറി. ഒരു 100 രൂപയ്ക്ക് ആൾ വെറുതെ പച്ചക്കറി കൊടുത്താൽ അല്ലെങ്കിൽ വീട്ടമ്മ എന്ത് പരിപാടിയൊക്കെ കാണിച്ചു. ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത് കേട്ടോ. നമ്മൾ നല്ല മാന്യമായിട്ട് ജീവിക്കുക, മരിക്കുന്നവരെ നമ്മൾ മാന്യമായിട്ട് ജീവിക്കുക കേട്ടോ. അത് നല്ലൊരു പേരൊക്കെ പോയില്ലേ, കഷ്ടം തന്നെ കേട്ടോ.